ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പിന്നെയും വീഡിയോയിലേക്ക് വരുന്നത്. ഞങ്ങൾ ഇന്ന് ഫിഷ് മാർക്കറ്റിൽ പോവുകയാണ്. ഇവിടുത്തെ സൺഡേയിലെ ഫിഷ് മാർക്കറ്റ് ഉണ്ട്. ഫിഷ് മാർക്കറ്റിൽ പോവുകയാണ്. ഫിഷ് മാർക്കറ്റിൽ ചെന്ന് വെച്ച് അവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളും എല്ലാം നിങ്ങളെ കാണിക്കുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ മീൻ മാർക്കറ്റിലോട്ട് പോകുന്ന വഴിയാണ്. അതാണ് ബസ് ഇറങ്ങാനായിട്ട് നീക്കി ഇപ്പോൾ ഡോറൊക്കെ തുറന്നാണ്. പിന്നെയും ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. സ്ഥലങ്ങൾ തന്നെ ബസ് ഇറങ്ങാനായിട്ട് ഞെക്കി. അവിടെ സ്റ്റോപ്പ് വന്നു. ഒരു റൗണ്ട് ബോട്ട് വന്നു. അടുത്ത സ്റ്റോപ്പിലാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അടുത്ത സ്റ്റോപ്പിൽ ഞങ്ങൾ ഇറങ്ങും. ഓക്കെ, ഞങ്ങൾ വേണ്ട ചന്തയിൽ മീൻ മാർക്കറ്റ് വന്നു കേട്ടോ. ഇവിടുത്തെ സൺഡേയിലുള്ളൊരു മാർക്കറ്റാണ്. ഇവിടെ വലിയൊരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. പള്ളിയിലാണ് മണി അടിക്കുന്നത് കേട്ടോ. ഇവിടെ പള്ളി മണി അടിക്കുന്നത് 1900 ഇത്ര വർഷമെങ്ങാണ്ടുള്ള പള്ളിയുടെ ബാഗുകളെ. ഇത് ഐസ്ക്രീം വിൽക്കുന്ന വാഹനം. ഐസ്ക്രീം വിൽക്കുന്ന വാഹനം ഉണ്ടോ? ഇതാണ് മാർക്കറ്റ്. ഇത് ബേക്കറി ഐറ്റംസ് ഒക്കെ വെച്ചിരിക്കുന്നു. ഇത് വെജിറ്റബിൾസ്, മുട്ട, അങ്ങനെയുള്ള പലതരത്തിലുള്ള വെജിറ്റബിൾസ് കാര്യങ്ങൾ. ഞാൻ ഈ വീഡിയോ അല്ല, ഞാൻ നിങ്ങളെ ഓടിച്ച് കാണിക്കാം കേട്ടോ. അതാ നമ്മുടെ നാട്ടിൽ ഏത്തക്കായ ഓടിച്ചത് ഒത്തിരി ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ അങ്ങ് നീളത്തിലായി പോകും. അതുകൊണ്ട് ഞാൻ ഓടിച്ച് കാണിക്കാം കേട്ടോ. ഓറഞ്ച്, മുന്തിരി, എല്ലാ സംഭവങ്ങളും മീന കണ്ടോ. Amelia, caramel crepes o mordeiro crepes? Tem euro, Laura aqui. അവരത്തെ ഹൗ മച്ച്? ചൂട കണ്ടോ, ചൂട ചൂട എന്താ, വെള്ളക്കക്ക, ചെമ്മീന്, നീരാളി. മീനുകളുണ്ട്. നീരാളി കിടക്കുന്നുണ്ടോ? നീരാളി. അമ്മച്ചി 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 എന്താ വലിയ ടൂണ മുറിച്ച് വെച്ചിരിക്കുന്നുണ്ടോ? അതിനപ്പുറത്തും ഉണ്ട് കേട്ടോ. മീൻകടയിലും ഉണ്ട്.
ഇവിടെ 4 യൂറോ വെള്ളക്കൊക്ക. ഇത് സാൽമൻ എന്ന് പറയുന്നത് മീന്. സാൽമൻ. ഇത് ഞണ്ട്. ഞണ്ട് ഇവിടെ മീനെ വെട്ടുന്നുണ്ട്. അമ്മച്ചി മീനെ വെട്ടുക. വലിയ ടൂണയൊക്കെ ഉണ്ട്. വലിയ ടൂണയുടെ പീസാണ്. നിങ്ങൾ പറയാ ടൂണയാണ്. ടൂണ ഹൗ മച്ച് ബ്രോ? ഹൗ മച്ച്? 12 euro. What do you like? Yeah. Tuna how much? Tuna, 12. 12 euro. Yes, I have this one 8. Cobrito. 8 euro. Take it, you can take photos, you take it. Hello. Hey. നമ്മുടെ സക്കർ പോണം. 7 euro a kilo. സക്കർ പോണൊക്കെ തെങ്ങിയിരിക്കുന്നു. സക്കർ പോണം. You want it? 3 euro one. ആ Ara. 7 euro a kilo. You want it? Ma la mossa ti sto 7. ഇതുണ്ടോ? ഈ കക്ക ഉണ്ട്. Why you want it? 2 kilos 2 euro. ബീൻസ്. ബീൻസ്, ക്യാരറ്റ്. അമ്മച്ചി വിൽക്കാൻ വെച്ചിരിക്കുന്നുണ്ട്. ഓ ബീൻസ് നമ്മുടെ തോരനുണ്ടല്ലോ. You want to cut it, please? അമ്മച്ചി കണ്ട മീനൊക്കെ കട്ട് ചെയ്യട്ടെ. I don't like this. Very fresh, very nice. 5 euro. No, bye. Hi, Vakitena. ഞങ്ങൾ എന്നും മീൻ മേടിക്കുന്ന അമ്മച്ചി ചെയ്ത് കേട്ടോ. നിങ്ങൾ ഇവിടെ മീൻ മേടിക്കുന്നത് ഈ അമ്മച്ചിയുടെ കടയാണ്. ഈ അമ്മച്ചിയും മോളുവാ. ഇത് ഈ മോടെ ഒരു മോളും കൂടെ ഉണ്ട്. അവിടെ അപ്പച്ചനും ഉണ്ട്. All right, yeah. അമ്മച്ചി ഒരു സ്രാവിനെ കൂടെ കട്ട് ചെയ്ത് തന്നു 3 യൂറോയ്ക്ക് ഉണ്ട്. How much you want? Aurata, see, nice, very nice. അവർക്ക് വേണ്ട അമ്മച്ചി. നോ The last box, I think. It's true, my son. This one, look. 2 kilos. This no. give me 2 euro. No. No, 2 euro. No, give me one. No. No, my friend, I can't. Io una serie doppia se la malata. അമ്മച്ചി അങ്ങ് പിണങ്ങും. അമ്മച്ചി കളിപ്പിക്കാൻ നോക്കി. അമ്മച്ചി നടക്ക് സമ്മതിക്കുന്നു. Hello there. ഞാനാ നന്ന മൈ യൂട്യൂബ് ചാനൽ ഹായ്. Hi, bye. All righty. Thank you very much. ഓക്കെ ബൈ. Bye, thank you, sir. Thank you, mother. അമ്മച്ചിയുടെ മീൻ മേടിച്ചു. വേറെ മീൻ മേടിച്ചു. കാണിച്ചടി മീൻ കാണിച്ചേ. പിന്നെ മീനിന്റെ മാർക്കറ്റ് ഇവിടെ വരെ ഉള്ളു കേട്ടോ. പിന്നെ എല്ലാം വെജിറ്റബിളും അതിനകത്തോട്ട് ഇടും. കാണിച്ചു ആണ്ടെ അവിടെ മീനുണ്ട്. അവിടെ മീനുണ്ട്. വെജിറ്റബിൾ ഉണ്ടോ? വെജിറ്റബിള്, ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സ് ഇല്ല, വെജിറ്റബിൾ. ഇവിടെ മീൻ ഇരിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ മീൻ ഇറക്കി വെച്ചിട്ട് ഞാൻ മാർക്കറ്റിനകത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി കേട്ടോ. കണ്ടോ പൊടിമീനെ കണ്ട. ഇഷ്ടം പോലെ മീനുണ്ട്. ഇഷ്ടം പോലെ മീനുണ്ട്. കാണാവോ നിങ്ങൾക്ക്?
മീനുകളൊക്കെ ഉണ്ടോ ഇഷ്ടം പോലെ ഉണ്ട്. മീൻ ചാകര ഇതാ. ഇതിനകത്ത് മാർക്കറ്റ്, ഇതിനപ്പുറത്ത് ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കണം കേട്ടോ. അതിൻ്റെ പുറത്തൂടെ അകത്തൂടെ നടന്ന് കാണിക്കാൻ പറ്റത്തില്ല, ഭയങ്കര തിരക്കാണ്. ഞാൻ പുറത്തൂടെ നടന്ന്, അതായത് ചന്തയുടെ പുറകെ സൈഡിൽ കൂടെ നടന്നു. പുറകെ സൈഡിൽ ഇങ്ങനെ ഇതാ കണ്ടോ, പുറകെ സൈഡിൽ കൂടെ നടന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു. ആൾക്കാരൊക്കെ മേടിക്കുമ്പോൾ അതിനകത്തൂടെ നടക്കാൻ പറ്റത്തില്ല. ഈ വീഡിയോ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് മീൻ മേടിച്ച് അതുകൊണ്ട് അവൾ അതിനകത്തൂടെ നടക്കുന്നു. ഉണ്ട് ബോട്ടിനാണ് കേട്ടോ. റോക്കറ്റ് പോകുന്നതാണ്. ബോട്ടിൽ ആൾക്കാരെ കൊണ്ട് നടക്കുന്നതാണ് കേട്ടോ. ഇവിടെ ബാഗുകളൊക്കെ തൂക്കിയിട്ടിരിക്കുന്നു. ഇത് കടയുടെ പുറകു സൈഡാണ് കേട്ടോ. തൊപ്പികള്, മൂന്നമ്മച്ചിമാരിരുന്ന് സ്ട്രോബെറി തിന്നുന്നുണ്ട്. ഓട്ടോ ആൾക്കാരെ കൊണ്ടുവന്ന് ഇറക്കുവാണേ. ചെറിയ ബോട്ട് ഉണ്ട്. തൊപ്പികൾ കണ്ടോ, വിദേശികൾക്ക് വേണ്ടിയിട്ടുണ്ട് തൊപ്പികൾ ഉണ്ടോ. ഇത് ബോട്ടിൽ പോകുന്ന സ്ഥലങ്ങളുടെ ടിക്കറ്റ് എടുക്കുന്നു. ഓരോ സ്ഥലങ്ങൾ കാണിച്ചും വെച്ച് ഉണ്ട്. ഇന്ന സ്ഥലത്തോട്ട് പോകുന്നതിന് അതിൻ്റെ ടിക്കറ്റ് കണ്ടോ. ഇവർ ബോട്ടിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കാണിക്കും. ഇവർ ടിക്കറ്റ് എടുക്കുന്നുണ്ട് ബോട്ടയിൽ. ഈ ബോട്ടയിൽ അവർ ടിക്കറ്റ് എടുത്ത് വെച്ചുകൊണ്ട് ടിക്കറ്റ് എടുത്ത് ഓരോരുത്തർ ടിക്കറ്റ് എടുത്ത് കയറ്റുന്ന കണ്ടോ. ഇതിൽ കൂടെ ഓരോ മണി പോലെയും ഇങ്ങനെയൊക്കെയുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. മാലകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മാലകള് ഉണ്ട്. പേന, നമുക്കിഷ്ടമുള്ള ഓരോ കല്ലുകളൊക്കെ അവർ കയ്യിലൊക്കെ കെട്ടുന്ന രീതിയിൽ കെട്ടി നിറയുണ്ട്. ഒരെണ്ണം മേക്ക് ചെയ്തുകൊണ്ടിരിക്കുക, റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. Would you sell this one without the earrings? Yeah? Because it's a little bit bigger than that one. And ഇത് റെസ്റ്റോറൻറ്റുകളാണ്. ചന്ത അതിനകത്ത്, ഈ വണ്ടിയുടെയൊക്കെ പുറകെ ചന്ത. ഇത് റോഡിൻ്റെ ഇപ്പുറത്ത് റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ. ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റുകൾ ആളുകളിരുന്ന് ഓരോ ആഹാരങ്ങൾ ഓർഡർ ചെയ്ത ആഹാരങ്ങൾ മേടിച്ച് കഴിക്കണ്ടോ. അതോ മാർക്കറ്റ് ചന്തയാണ്. ഈ സൈഡിലത്തെ എല്ലാം റെസ്റ്റോറൻറ്റ്. ഒരു റെസ്റ്റോറൻറ്റ് മണ്ടയ്ക്ക് ബൊഗൈൻവില്ല കയറിയിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെടികളൊന്നും വളർത്തത്തില്ല, എല്ലാം വെട്ടിക്കളയുന്നുണ്ട്. ബൊഗൈൻവില്ല കയറിയിരിക്കുന്നുണ്ട്. രസമില്ലേ, മൊത്തം നീല കളർ കണ്ടോ. ആ സൈഡിൽ മാർക്കറ്റ് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ സൈഡിൽ റെസ്റ്റോറൻറ്റുകൾ.
അതിനകത്തൂടെ കാണുന്നത് ഞാൻ ഓരോന്ന് കാണിക്കാനുണ്ട്. അതിനകത്തൂടെ നടക്കുന്നില്ല, തിരക്കാ. എല്ലാ സാധനങ്ങളും ഉണ്ടോ, കണ്ണാടികള്, ലിഫ്റ്റിക്കുകള്. ഹായ് ബ്രോ. Hey, this is Malta. Attenti. We love you. Come, bro. Yeah, bro. This is Malta. Enjoy. Bonjour. Bye. കണ്ടോ, അത്രയും പറഞ്ഞൊരു പുള്ളിക്ക് €2 കൊടുക്കാം. നമ്മൾ പറയാം, പുള്ളിയോട് പറയാൻ. ഫ്രൂട്ട്സ് ഒക്കെ ഇരിക്കുന്നത്. ഞാനിവിടെ കടയ്ക്കകത്തോടെ കയറി കിടക്കുന്നത്. ഫ്രൂട്ട്സുകളൊക്കെ ഇരിക്കുന്നത്. ഇത് എന്തോ ഒരു വെജിറ്റബിളും ഫ്രൂട്ട്സ് ഇരിക്കുന്നുണ്ട്. ഫ്രഷ് വെജിറ്റബിൾ ഇരിക്കുന്നുണ്ട്. വെജിറ്റബിൾ പിന്നെ അകത്തൂടെ പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല, പുറത്തൂടെ ഞാൻ കിടന്ന് കാണിക്കാം. ചെരുപ്പുകൾ കണ്ടോ, ചെരുപ്പുകൾ, ഷൂസ്, ചെരുപ്പ്, ഐസ്ക്രീംസ്. ബ്രോ, യു റവിഡൂട്ട് accepting റവിഡൂട്ട് 2 ഐസ്ക്രീം. രണ്ട് ഐസ്ക്രീം. How much? You have here, my friend. You can just tell me a small, medium, large, extra large. Small. Too small? Vanilla, chocolate? Vanilla. Have one please, please. The size I have is this one. This one only. Okay, You have the card? you want ice cream? You want two, yeah? Yes. Here, okay? Thank you. Okay. Ice cream? You have no sugar ice cream? Everything with sugar. Enjoy, thank you. ഓക്കെ, താങ്ക് യു. രണ്ട് ഐസ്ക്രീം മേടിച്ചു കേട്ടോ. അല്ല, വാനിലയുടെ 2 ഐസ്ക്രീം മേടിച്ചു. ഇനി എൻ്റെ പെണ്ണുമ്പിളി എന്ത് ചെയ്യും, തപ്പട്ടെ. ഇത് കണ്ടോ, ഇത് വെജിറ്റബിൾ കടയാണ്. ഇതൊരു മൾട്ടീസുകാരനാണ്. ഇവിടെ കപ്പയും അത് ഇതും എല്ലാം ഉണ്ട് ഇവിടെ വിൽക്കാനായിട്ട്. ചെടിക്കട, ഇങ്ങനെ ഇങ്ങോട്ട് കടകൾ. പിന്നെ അവിടെ €1 കിട്ടുന്ന സാധനങ്ങൾ, ക്ലിപ്പ്, മാല, ചീപ്പ്, അങ്ങനെയൊക്കെയുള്ള ഓരോ സാധനങ്ങളൊക്കെ €1 കിട്ടുന്ന സാധനങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ തണ്ട അവിടെ ആനയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഞാൻ ഓടിച്ചിട്ട് കഴിച്ചു. എല്ലാം കൂടെ ഒത്തിരി ഒന്നും കാണിച്ചതില്ല, തിരക്കാണ്. ഞാനതുകൊണ്ട് തിരക്കെല്ലാം കഴിഞ്ഞ സമയത്ത് താമസിച്ച് വന്നത്. ഞങ്ങളിപ്പോൾ രാവിലെയൊക്കെ ഭയങ്കര തിരക്കാണ്. ഞാൻ ബസ് സ്റ്റോപ്പിലോട്ട് നടന്നു പോവാണ്. മോൾജി ആണ്ട് ബസ് സ്റ്റോപ്പിലോട്ട് നടന്ന് ഐസ്ക്രീം തിന്നുകൊണ്ട് നടന്നു പോന്നു. ഇതാണ് ബസ് സ്റ്റോപ്പ്. നമ്മുടെ ബസ് വരുന്നുണ്ടോ? അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിൽ തന്നെ ഫുട്ബോൾ ഗ്രൗണ്ടാണ്. എന്താ ഫുട്ബോൾ ഗ്രൗണ്ട്. ഇവിടെ ഒരു തണലുണ്ട്. ഈ തണുപ്പത്താണ് ഇരിക്കുന്നത്. ബസ് വരുന്നിടം വരെ ഇവിടെ നോക്കിയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നിടം വരെ നിങ്ങളെല്ലാവരും ചെട്ടിക്കാടും ഈ ബ്ലോഗ് കാണണം. നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ അയക്കണം കേട്ടോ. എൻ്റെ താടിയിലൊക്കെ ഐസ്ക്രീം ഇരിക്കുന്നു കേട്ടോ. അപ്പം
ബൈ ബൈ, സി യു.